വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ഈവനിങ് സ്നാക്കായിട്ടാണ് കേട്ടോ. അപ്പോൾ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു കടായി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. 2 സവാള അരിഞ്ഞിട്ട് പൊടിയായി അരിഞ്ഞിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്കൊന്ന് നന്നായി വാടി വരാൻ വേണ്ടിയിട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ചിക്കൻ മസാല. ഇതാണ് നമ്മുടെ പൊടികൾ. ഈ പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് അടുത്ത് ചേർക്കേണ്ടത് നമ്മൾ ബീഫാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മളൊന്ന് ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് വേവിച്ച് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള ബീഫാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി അതിലേക്ക് നമ്മൾ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതാണ് ചേർക്കുന്നത്. ഒരു 2 വലിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് നമ്മളത് നന്നായിട്ട് ഉടച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തതാണ്. നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ അത്. പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫില്ലിങ് റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക, 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർക്കുക. കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്ത് നമ്മളതൊരു മാവാക്കി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് കൗണ്ടർ ടോപ്പിലിട്ട് നന്നായി കുഴച്ചെടുത്തിട്ടുള്ളതാണ് ഇപ്പോൾ ഇത്. ഇനി അടുത്തത് നമുക്കതൊന്ന് പരത്തി എടുക്കേണ്ടതുണ്ട്. നമ്മളിതാ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് കേട്ടോ. കൗണ്ടർ ടോപ്പിലിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഇനി നമുക്കത് ആവശ്യത്തിനുള്ള ഓരോ ഉരുളകളാക്കി എടുക്കണം. നമുക്കിതിൽ മൊത്തം 10 ഉരുളയാണ് കിട്ടിയിട്ടുള്ളത്. ഇതുപോലെ ചെറിയ ഓരോ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിത് 10 എണ്ണം കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ അതിലേക്ക് കുറച്ച് പൊടിയൊക്കെ ഇട്ടിട്ട് കുറച്ച് മൈദൻ്റെ പൊടി ഇട്ട് നമുക്കതൊന്ന് വട്ടത്തിൽ പരത്തിയെടുക്കാം. കുറച്ച് വെള്ളവും കുറച്ച് മൈദ എടുത്തിട്ട് ഇതുപോലെ ഒരു പശ പോലെ നമുക്കൊന്ന് ആക്കിയെടുക്കണം. ഒട്ടിച്ചു കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ഫില്ലിങ് നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇതുപോലെ നമ്മൾ 2 സൈഡ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. പിന്നെ നമുക്ക് അതൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ റോൾ ചെയ്തിട്ട് അറ്റം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചതിന് പശ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അത് എങ്ങോട്ടും പോവില്ല കേട്ടോ. ഫിറ്റായി. അപ്പോൾ ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ റോൾ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ടോ ഒന്ന്. അപ്പോൾ ഇതുപോലെ ബാക്കിയെല്ലാം നമുക്കൊന്ന് ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഫുള്ളൊരു ഈ മാവിൽ 1 കപ്പ് മാവിൽ നമുക്ക് 10 എണ്ണം കിട്ടിയിട്ടുണ്ട് ഇതുപോലെ. അപ്പോൾ ഒരു കടായി വെച്ചിട്ട് എണ്ണ ചൂടാക്കി എടുക്കുക. ഓയിൽ ചൂടാക്കി എടുത്തിട്ട് നമുക്കിത് അതിലിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാം.
നമ്മളിപ്പോൾ 4 പൊരിക്കുന്നത്. നമുക്ക് ഓരോ ഭാഗമായി വരുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇത് കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇനി നോമ്പൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് നോമ്പ് തുറക്കാനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ സ്നാക്കാണ്, ഈവനിങ് സ്നാക്കാണ്, അടിപൊളിയാണ്. ഗസ്റ്റൊക്കെ വരുമ്പോൾ ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നല്ല അടിപൊളി ടേസ്റ്റിലുള്ളൊരു സാധനമാണ് കേട്ടോ. നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ ഇതാ നമ്മൾ ആയിട്ടുണ്ട്. നമ്മളത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുകയാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ അടിപൊളിയാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.